നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വർഷങ്ങളായി നമ്മെ ഭീതിയിലാഴ്ത്തുന്നതും ഒട്ടേറെ സംവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ഒരു പക്ഷേ പൊട്ടും എന്ന പേടിയാണോ? അതോ ഒരു പഴയ ഡാമിനെക്കുറിച്ചുള്ള ആശങ്കയാണോ? ഈ അണക്കെട്ട് കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കാം. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ ആശയങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ വസ്തുതയെക്കുറിച്ചാണ്. ഒരു എഞ്ചിനീയറിംഗ് കാഴ്ചപ്പാടിൽ നിന്ന് ഈ അണക്കെട്ട് എങ്ങനെ നിർമ്മിച്ചു, ഇതിന്റെ ശക്തി എന്താണ്, നിലവിൽ ഇത് എത്രത്തോളം സുരക്ഷിതമാണ്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി സംസാരിക്കാം. കെട്ടുകഥകൾക്കപ്പുറം യാഥാർത്ഥ്യ വിവരങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എന്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്? പശ്ചിമഘട്ട മലനിരയിൽ പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു സുപ്രധാന ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ അണക്കെട്ടാണ്. ഇതിന്റെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ പെനികുക്കിന്റെ പ്രതിഭയുണ്ട്. 1895 പരിമിതമായ സാങ്കേതികവിദ്യകൾ മാത്രം ലഭിച്ചിരുന്ന കാലത്ത് ഇത്രയും വലിയ നിർമ്മിതി പൂർത്തിയാക്കിയത് തീർച്ചയായും ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. ഈ അണക്കെട്ട് ഒരു ഗ്രാവിറ്റി ഡാമാണ്. ഒരു വലിയ ഭിത്തി അതിന്റെ സ്വന്തം ഭാരം ഉപയോഗിച്ച് വെള്ളത്തെ തടഞ്ഞു നിർത്തുകയാണ് ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. പിരമിഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അടിഭാഗത്ത് വീതി കൂടി മുകളിലേക്ക് വരുമ്പോൾ ചെറുതാകുന്ന ഒരു രൂപകൽപ്പനയാണത്. ഈ രൂപകൽപ്പന വെള്ളം ചെലുത്തുന്ന വലിയ മർദ്ദത്തെ ഫലപ്രദമായി ചെറുക്കുവാൻ ഡാമിന് സഹായിക്കുന്നു. അണക്കെട്ടിന്റെ അടിഭാഗം വളരെ വിസ്താരമുള്ളതിനാൽ വെള്ളത്തിന്റെ തള്ളൽ കാരണം ഇത് മറയുവാനുള്ള സാധ്യതയില്ല. സ്വന്തം ഭാരം ഉപയോഗിച്ചുകൊണ്ട് മർദ്ദത്തെ ചെരുക്കുകയും അടിത്തട്ടിലെ പാറകൾ ശക്തമായി ഉറപ്പിക്കുകയും ചെയ്ത ഒരു പ്രതിരോധ സംവിധാനമാണിത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് റബ്ബർ മെഷീനറി ഉപയോഗിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ പലവർക്കും ഒരു സംശയം വരാം, ഈ കല്ലുകൾ എത്ര കാലം ഇങ്ങനെ നിലനിൽക്കും എന്ന്. റബ്ബർ മെഷീനറി എന്നാൽ ഒരു വലിയ പാറക്കെട്ടുകൾ അടക്കിവെച്ച് അവയിൽ ചുണ്ണാമ്പും സുറുക്കിയും ചേർത്ത് വെച്ചൊരു പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് ബലപ്പെടുത്തുന്ന രീതിയാണിത്. ഇത് ഇന്നത്തെ സിമന്റിന് തുല്യമായ ഒരു തരം പശയായിരുന്നു ആ കാലത്ത്. ഈ മിശ്രിതം കല്ലുകളെ പരസ്പരം ഉറപ്പിച്ചു നിർത്തുക മാത്രമല്ല, കല്ലുകൾക്കിടയിലുള്ള നേരിയ വിടവിലൂടെ പോലും വെള്ളം ചോരുന്നത് തടയാൻ സഹായിക്കുകയും ചെയ്തു. ഇനി ഈ കല്ലുകൾക്ക് കാലപ്പഴക്കത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച്. കരിങ്കല്ലുകൾ പോലെയുള്ള പാറക്കല്ലുകൾക്ക് കാലപ്പഴക്കത്തിൽ വലിയ രൂപമാറ്റങ്ങളോ ബലക്ഷയങ്ങളോ സംഭവിക്കില്ല. ശരിയായി പരിപാലിച്ചാൽ ഇത്തരം നിർമ്മിതികൾക്ക് നൂറ്റാണ്ടുകളോളം നിലനിൽക്കുവാൻ കഴിയും. റോമൻ സാമ്രാജ്യത്തിലെ പല നിർമ്മിതികളും ഇന്നും നിലനിൽക്കുന്നത് ഈ കല്ലുകളുടെയും മിശ്രിതങ്ങളുടെയും കരുത്ത് കൊണ്ടാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉയർന്നപ്പോൾ കാലകാലങ്ങളായി ഇതിന്റെ ഒട്ടേറെ സുരക്ഷാ മെച്ചപ്പെടുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ഇത് അണക്കെട്ടിന്റെ ബലവും സുരക്ഷയും ഗണ്യമായി വർദ്ധിപ്പിച്ചു. നമുക്ക് ഓരോ മെച്ചപ്പെടുത്തലുകളും വിശദമായി പരിശോധിക്കാം. 1. RCC ക്യാപ്പിംഗ്. ഡാമിന്റെ മുകൾ ഭാഗത്ത്, അതായത് ഏറ്റവും മുകളിലെ നിരപ്പിൽ 1 മീറ്റർ കനത്തിൽ സിമന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ച് ഒരു ക്യാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് ഡാമിന്റെ മുകൾ ഭാഗത്തെ ബലപ്പെടുത്തുവാൻ സഹായിക്കുന്നു, ഒരു മേൽക്കൂര പണിയുന്നതുപോലെ. 2. കേബിൾ ആങ്കറിംഗ്. അണക്കെട്ടിന്റെ സുരക്ഷയിൽ വരുത്തിയിരിക്കുന്ന ഏറ്റവും നിർണായകമായ മാറ്റങ്ങളിലൊന്നാണിത്. ഡാമിന്റെ മുകൾ വശത്തു നിന്നും ഓരോ 9 അടിയിലും കുഴൽ കിണറുകൾ പോലെ ആഴത്തിൽ തുരന്ന് അടിയിലെ ഉറച്ച പാറയിലേക്ക് 10 മുതൽ 30 അടി വരെ താഴെ വരെ ഉയർന്ന കരുത്തുള്ള ഉരുക്ക് കേബിളുകൾ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. ഈ കേബിളുകൾ വലിയ ബലം ഉപയോഗിച്ച് ഡാമിന്റെ അടിയിലുള്ള പാറയിലേക്ക് വലിച്ചു നിർത്തിയിരിക്കുന്നു. ഒരു കെട്ടിടത്തെ മണ്ണിലേക്ക് ആഴത്തിൽ ഉറപ്പിക്കുന്നത് പോലെയാണിത്. ഇത് ഡാമിന്റെ വെള്ളത്തിന്റെ മർദ്ദം കാരണം തെന്നിമാറുകയോ മറിഞ്ഞു വീഴുകയോ ഉള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നു. ഇത് അണക്കെട്ടിന് നൽകുന്ന ബലം വളരെ വലുതാണ്. 3. ഡൗൺ സ്ട്രീം കോൺക്രീറ്റ്. പഴയ ഡാമിന്റെ ഭാരത്തിന്റെ 60% മാത്രം കണക്കാക്കി ഡാമിന്റെ ഡൗൺ സ്ട്രീം ഭാഗത്ത്, അതായത് അണക്കെട്ടിന്റെ താഴ്വശം, അതിന്റെ ആകെ വീതിയുടെ ഏകദേശം 1/3 കനത്തിൽ പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റ് ചേർത്ത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഡാമിന്റെ മൊത്തത്തിലുള്ള ഭാരം വർദ്ധിപ്പിക്കുകയും ജലത്തിന്റെ മർദ്ദത്തെ ചെറുക്കുവാനുള്ള ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 4. ഇൻസ്പെക്ഷൻ ഗാലറികൾ. ഡാമിനുള്ളിൽ 40 അടിയിലും 10 അടിയിലും 2 ഇൻസ്പെക്ഷൻ ഗാലറികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഗാലറികളോടെ അണക്കെട്ടിന്റെ ഉൾഭാഗം നിരന്തരം നിരീക്ഷിക്കുവാൻ സഹായിക്കുന്നു.
എന്തെങ്കിലും തരത്തിലുള്ള ചോർച്ചകളോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇത് വളരെ വേഗം കണ്ടെത്തുവാനും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഇത് സഹായിക്കുന്നു. ഇത് ഡാമിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടും, നിങ്ങൾ മരിക്കും എന്നൊക്കെ ഭയപ്പെടുത്തുന്ന പ്രചരണങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ആശങ്കകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് വളരെ ശക്തമായ ഒരു ഘടനയാണ്. മുകളിൽ നമ്മൾ കണ്ട സുരക്ഷാ മെച്ചപ്പെടുത്തലുകൾ ഇത് കൂടുതൽ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അണക്കെട്ടിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്നുള്ള വാദം ശരിയല്ല. കരിങ്കല്ല് പോലുള്ള വസ്തുക്കൾക്ക് കാലപ്പഴക്കത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഘടനാപരമായ രൂപകൽപ്പനയും കൂട്ടിച്ചേർത്ത ബലപ്പെടുത്തലും ഇതിന് ദീർഘകാലം നിലനിർത്തുവാൻ പര്യാപ്തമാക്കുന്നു. കൂടാതെ അണക്കെട്ടിന്റെ ജലനിരപ്പ് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ കർശനമായ മേൽനോട്ടത്തിൽ അവരുടെ പരിശോധനയ്ക്ക് ശേഷം ജലസംഭരണ ശേഷിയുടെ 15 TMC, അതായത് മില്യൺ ക്യൂബിക് മീറ്റർ നിന്നും 10 TMC ആയി കുറച്ചിട്ടുണ്ട്. ഇത് അണക്കെട്ടിന് മേലുള്ള ജലത്തിന്റെ ഹൈഡ്രോസ്റ്റാറ്റിക് മർദ്ദം ഗണ്യമായി കുറയ്ക്കുന്നു. വെള്ളത്തിന്റെ അളവ് കുറയുന്നത് അണക്കെട്ടിന്റെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. കേരളം ഇന്ത്യയുടെ ഭൂകമ്പ സാധ്യത സോൺ 3-ലാണ് ഉൾപ്പെടുന്നത്. എന്നാൽ ഇത് അതീവ സജീവമായ ഒരു മേഖലയല്ല. അതിനാൽ വലിയ ഭൂകമ്പങ്ങൾ വരുവാനുള്ള സാധ്യത ഇവിടെ വളരെ കുറവാണ്. റൂർക്കി, IIT പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ നടത്തിയ പഠനങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് 6 റീച്ചർ സ്കെയിലിൽ ഭൂകമ്പം വന്നാൽ മുല്ലപ്പെരിയാർ തകരും എന്നൊരു വാദം ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കാം. എന്നാൽ അങ്ങനെ വലിയ ഭൂകമ്പങ്ങളെ നേരിടുവാൻ രൂപകൽപ്പന ചെയ്യാത്ത ഏതൊരു ഡാമിനും നാശം സംഭവിക്കും എന്നതാണ് സത്യം. എന്നാൽ കേരളത്തിൽ അത്രയും വലിയ ഭൂകമ്പങ്ങൾ വന്നിട്ടില്ല എന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാണ്. നിലവിലെ നിർമ്മിതിക്ക് ചെറിയ ഭൂകമ്പങ്ങളും സാധാരണ ഭൂമികുലുക്കങ്ങളും അതിജീവിക്കുവാൻ കഴിയും. അണക്കെട്ടിന്റെ ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ ഭൂകമ്പ സാധ്യത കൂടി കണക്കിലെടുത്താണ്. ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായ വിവാദങ്ങൾക്കപ്പുറം പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കും. പുതിയ ഡാം പണിയുന്നത് പ്രായോഗികമായി ഒരു പരിഹാരമല്ല. അതിന് വലിയ സാമ്പത്തിക ചെലവും വലിയ തോതിലുള്ള വനനശീകരണവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന സാമൂഹിക പ്രശ്നങ്ങളുമുണ്ട്. ഇത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് വഴിയൊരുക്കും. എന്നിരുന്നാലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പുതിയ ഡാം ആവശ്യമാണെങ്കിൽ, ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ആവശ്യം പരിഗണിച്ച് ഒരു പുതിയ ഡാം പണിയുവാനുള്ള സാധ്യതകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഒരു പുതിയ തുരങ്കം നിർമ്മിക്കുന്നത് കൂടുതൽ പ്രായോഗികമായ പരിഹാരമാണ്. ഇത് ഇരു സംസ്ഥാനങ്ങൾക്കും പ്രയോജനകരമാകും. കേരളത്തിന് സുരക്ഷാ ആശങ്ക കുറയുകയും തമിഴ്നാടിന് വെള്ളം ലഭ്യമാകുകയും ചെയ്യും. ഈ വെള്ളം തമിഴ്നാടിന് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ ശ്രദ്ധയോടെ പരിപാലിക്കും എന്ന് ന്യായമായും പ്രതീക്ഷിക്കാം. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണമാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലവിൽ വളരെ ശക്തമായ ഒരു ഘടനയാണ്. നമ്മൾ കണ്ട ശാസ്ത്രപരമായ ബലപ്പെടുത്തലുകളും ഇത് വ്യക്തമാക്കുന്നു. അനാവശ്യമായ ഭീതികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ശാസ്ത്രപരമായ വസ്തുതകൾ മനസ്സിലാക്കുകയും തെറ്റിദ്ധാരണകൾ തിരുത്തി ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ കടമയാണ്. ഭയത്തിനപ്പുറം വിവരങ്ങൾ അടിസ്ഥാനമാക്കി സംസാരിക്കുവാൻ നമുക്ക് കഴിയണം. ഈ വീഡിയോ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുവാൻ സഹായിച്ചുവെന്ന് കരുതുന്നു. ഈ വിഷയം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഇത് ഉപകരിച്ചെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുമായും കുടുംബാംഗങ്ങളുമായും ഷെയർ ചെയ്യുക. കൂടാതെ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.